ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ ഒരു ഓൾഡ് ഫാഷൻ സ്നാക്കായ ഒരപ്പമായിട്ടാണ്. പണ്ടത്തെയൊക്കെ ആൾക്കാർ ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെ നല്ല ഫെസ്റ്റീവ് ഒക്കേഷൻസിലൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി നല്ല രുചിയും മണമുള്ള ഒരു നല്ല നാടൻ പലഹാരം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മൾ ചീകിയെടുത്ത ശർക്കര കേട്ടോ ഇത് 1 കപ്പ്. അതിലോട്ട് നമുക്ക് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ശർക്കര ഈ വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് അലിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലുള്ള അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പത്തിരി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നമ്മളൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ മാറുന്ന വരെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ പെട്ടെന്ന് തന്നെ മാറും. കാരണം നമ്മളിവിടെ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കട്ടകളൊക്കെ മാറിക്കോളും കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതേപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർക്കാനുള്ളത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ 1 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഓരോ കപ്പ് വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് നന്നായിട്ട് അരിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഈ ഒരു റെസിപ്പിയിൽ പെരുംജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. അതായത് പെരുംജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ നല്ല ജീരകം ഇതേപോലെ വറുത്ത് പൊടിച്ച് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം മധുരമൊന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കേട്ടോ. അരിപ്പൊടിയൊക്കെ ചെറിയ തീയിലിരുന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടി നമ്മൾ കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഒന്നും നമ്മൾ വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല കേട്ടോ. കണ്ടിന്യൂസ് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറിയ തീയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല ടൈറ്റായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ നോർമലി നെയ്യല്ല ഉപയോഗിക്കാറ്. ഒരപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതാണ് ഈ ഒരു പലഹാരത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ ആലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു 1.5-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വരട്ടിയെടുക്കണേ. അതായത് പാനിൽ നിന്നൊക്കെ ശരിക്കും നല്ല പോലെ ഒന്ന് വിട്ട് വരുന്ന ഒരു പരിവാവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരിവായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് പുരട്ടി എടുക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റൊക്കെ ആയാലും മതി കേട്ടോ. ഇപ്പോൾ നമ്മളൊരു കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്, അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒരപ്പത്തിൻ്റെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് വേണമെങ്കിൽ കയ്യിൽ ഇത്തിരി വെള്ളമോ എണ്ണയൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പരത്തി എടുത്താലും മതി കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇത്തിരി
നെയ്യിൽ നമുക്ക് കുറച്ച് കശുവണ്ടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഉണക്കമുന്തിരി ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയും ഇതേപോലെ തന്നെ വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ല ഭംഗിക്കായിട്ട് ഇങ്ങനെയൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ മുറിച്ച് കഴിക്കാം. പക്ഷേ ഒരപ്പം അങ്ങനെയല്ല. അത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് മൂടി വെച്ച് ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ അനുവദിക്കുക. ഇപ്പം നമ്മുടെ ഒരപ്പം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ലൊരു ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാം. അപ്പം നമുക്കിതുപോലെ കത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒന്ന് വരങ്ങി കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഒന്ന് കമഴ്ത്തി കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും. എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. ഇതേപോലെ ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് പറയാം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്